4 കൊല്ലം മുമ്പൊക്കെ നമ്മളെ ബാഹുബലിന്റെ 24ാമത്തെ മൂവിയാണ് രഥശ്യാം. 350 കോടി കൊടുത്തിട്ട് ഇറക്കിയ പടത്തിൽ എന്തെല്ലാം അപരാധം ഉള്ളതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു അമ്പലം കാണിക്കും. ആ അമ്പലത്തിലെ മെയിൻ പൂജാരിയാണ് നമ്മളെ കട്ടപ്പ സാർ. കൈനോട്ടാണ് കട്ടപ്പ സാറിന്റെയും ബാക്കി ടീം മെമ്പേഴ്സിന്റെ എല്ലാം മെയിൻ പരിപാടി. അങ്ങനെ ഒരു ദിവസം സ്പേസ് റിസർച്ച് സെന്റർ തുടങ്ങാൻ പറ്റിയ സമയം ഗണിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ കട്ടപ്പ സാറിന്റെ അടുത്തേക്ക് കുറച്ച് സയന്റിസ്റ്റുകൾ വരും. അപ്പോൾ കട്ടപ്പ സാർ പറയും, എന്നെ കൊണ്ടാവില്ല മോനെ, ഇതിനെല്ലാം ബെസ്റ്റ് വേറൊരുത്തരാന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രഭാസ് അണ്ണന്റെ അടുത്ത് പറഞ്ഞോടും. അങ്ങനെ പ്രഭാസ് അണ്ണന്റെ ഇൻട്രോക്ക് വേണ്ടിയിട്ട് നമ്മളെ കട്ടപ്പ സാർ തള്ളി അങ്ങ് മറിക്കും. പ്രപഞ്ചത്തിലെ എല്ലാ നേതാക്കന്മാരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ഹസ്തരേഖാ ശാസ്ത്ര വിദഗ്ധൻ, എന്റെ ശിഷ്യൻ, ദ ഗ്രേറ്റ് വിക്രമാദിത്യ. I call him the Einstein of Amst. അണ്ണൻ ഇൻട്രോ സീനിൽ ഇന്ദിരാഗാന്ധിന്റെ കൈ നോക്കിയിട്ട് എന്തെല്ലോ പറയൂ. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അതൊന്നും ഇഷ്ടപ്പെടാണ്ട് അണ്ണനെ ചവിട്ടി പായിക്കും. ഇന്ദിരാഗാന്ധി അവിടെ നിന്ന് അടിച്ചിറക്കിയവിടെ അണ്ണൻ നേരെ കുളിച്ചൊരുങ്ങി തൊപ്പിയും ബാഗെല്ലാം ഇട്ട് ട്രിപ്പിന് പോകും. അപ്പോൾ ഒരു പാട്ടുണ്ട്. ആ പാട്ടിൽ നമുക്ക് മനസ്സിലാവും അണ്ണൻ ഇതിലൊരു കളിക്കാരനാണ്. അണ്ണനാണെങ്കിൽ അണ്ണന്റെ കഴപ്പിന് പ്രത്യേകതരം പേരെല്ലാം വിളിക്കുന്നുണ്ട്. ഫ്ലേട്ടേഷൻഷിപ്പ്. ഇയാൾ ഇതിൽ ലൈൻ അടിക്കും, കിസ് അടിക്കും, ബ്രേക്കപ്പ്, ലൈൻ അടിക്കും, കിസ് അടിക്കും, ബ്രേക്കപ്പ്, ഇതന്നെ പരിപാടി. അങ്ങനെ ആ പാട്ടിന്റെ അവസാനം ഒരു പെണ്ണ് വന്നിട്ട് ഇവനെ പ്രപ്പോസ് ചെയ്യും. ഞാനപ്പോൾ ദേഷ്യം പിടിച്ച് ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നിട്ട് പോകും. അത് കഴിഞ്ഞ് പിന്നെ ഒരു ട്രെയിൻ കാണിക്കും. ട്രെയിനിലാണ് നമ്മളെ ആക്ട്രസ് പൂജന്റെ ഇൻട്രോ. ഇവളാണെങ്കിൽ ഇതിലൊരുമാതിരി ഒരു ടൈപ്പ് സൈക്കോ. ട്രെയിനിന്റെ ഉള്ളിൽ ചൂടാന്ന് എനിക്ക് കാറ്റ് കൊള്ളണമെന്ന് പറഞ്ഞ് ഷാൾ ഊരി ഒരുത്തിന്റെ കൈ കൊടുത്തിട്ട് പുറത്തേക്ക് തൂങ്ങി അങ്ങനെ അവിടെ കിടക്കും. ഈ മണ്ടന്മാരാണെങ്കിൽ അതും പിടിച്ച് അങ്ങനെ നിൽക്കും. ഈ മണ്ടന്മാർക്ക് ഒന്ന് വിട്ടാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ബട്ട് അവർ വിടൂല. അങ്ങനെ ഇവിടെ കാറ്റെല്ലാം കൊണ്ട് മതിയായതിനു ശേഷം തിരിച്ചുള്ളിൽ കയറും. ഇത്രയും നേരം കാറ്റ് കൊള്ളാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തല്ലേ, അതുകൊണ്ട് ഒരു കോഫി കുടിക്കാന്ന് പറഞ്ഞിട്ട് സൈക്കോ ഒരു കോഫി ഓഫർ ചെയ്യും. അപ്പം മണ്ടന്മാര് ഒന്ന് പോയാണ് സൈക്കോ എന്ന് പറഞ്ഞ് അവിടെ ഓടിപ്പോകും. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഹോസ്പിറ്റൽ കാണിക്കും. ആ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറാണ് ഈ സൈക്കോ പൂച്ച. ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു കോമാളി പേഷ്യൻ്റ് ആയിട്ട് നമ്മളെ ജയറാമേട്ടനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ ആ വാർഡിൽ ജയറാമേട്ടൻ്റെ കോമാളി ഷോ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഹിറ്റ്ലർ ഡോക്ടർ കയറി വരും. ആ ചങ്ങായി കയറി വന്ന ഉടനെ പറയും, പ്രേരണ, സീ മീ ഇൻ മൈ ഓഫീസ്. പ്രേരണ എന്നാണ് ഈ സൈക്കോ ഡോക്ടറിന്റെ പേര്. അങ്ങനെ ഈ സൈക്കോ അയാളെ ഓഫീസിൽ പോകുമ്പോൾ മനസ്സിലാവും ഇവളുടെ വല്യച്ഛനാണ് ഇയാള്. പിന്നെ റോമിലുള്ള ഏതോ വലിയ വീട്ടിൽ നിന്ന് ചെലങ്കയിലിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു പെണ്ണും പിള്ളേനെ കാണിക്കും. അങ്ങനെ ഈ ഡാൻസിന്റെ ഒച്ചപ്പാട് കേട്ടിട്ട് ഉറക്കം പോയവരത്തെ കൈയടിച്ച് നിർത്തിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് കൈയടിക്കാൻ തുടങ്ങും. അത് കേട്ട അവിടെ കുട്ടികളും കൈയടിക്കാൻ തുടങ്ങും. ആ കുട്ടിയൊക്കെ മനസ്സിലായി മടുത്ത് പാണ്ടാറ് കൈയടിച്ച് അല്ലെങ്കിൽ നിർത്തിപ്പോട്ട്. പ്രഭാസണ്ണന്റെ വീടായത്. അങ്ങനെ ഈ ഡാൻസ് ടീച്ചർ ഉറങ്ങിക്കിടക്കുന്ന പ്രഭാസണ്ണനെ വിളിച്ചെണീപ്പിക്കാൻ വേണ്ടി റൂമിലേക്ക് പോകും. നമ്മളെ അണ്ണ ഈ ഡാൻസ് ടീച്ചറിനെ മമ്മി മമ്മി 2-3 പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റൊന്നും നമുക്ക് മനസ്സിലാവില്ല. പിന്നെയാ മനസ്സിലാവുക ഈ മുതുക്കന്റെ സന്തൂർ മമ്മിയാന്ന് ഈ പെണ്ണുമ്പിള്ള. പിന്നെ അവിടെ നിന്ന് അവരുടെ കുറേ കോണ. അതിനുശേഷം പിന്നെയും ആ ട്രെയിൻ കാണിക്കും. അങ്ങനെ ആ ട്രെയിനിൽ നിന്നാണ് നമ്മളെ പ്രഭാസ് അണ്ണനും സൈക്കോ ഡോക്ടറും കൂടി മീറ്റ് ചെയ്യുന്നത്. ഓ മാൻ, മീറ്റ് ചെയ്യുന്ന സീൻ എന്നെല്ലാം പറഞ്ഞാൽ കിടിലൻ സീനാണ്. നമ്മളെ പ്രഭാസ് അണ്ണൻ ടിക്കറ്റ് എടുക്കാണ്ട് ട്രെയിൻ കയറിയിട്ട് TTR വരുന്നുണ്ടോ നോക്കിയിട്ട് കമ്പാർട്ട്മെന്റ് മാറി മാറി കളിക്കുന്ന പരിപാടി. അങ്ങനെ കമ്പാർട്ട്മെന്റ് മാറി മാറി കളിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സൈക്കോ പൂജനെ കാണുക. നമ്മളെ പ്രഭാസ് അണ്ണനെ കണ്ടപാട് സൈക്കോ പൂജ സെയിം സീൻ റിപ്പീറ്റ് അടിക്കും. പഴയ പോലെ തന്നെ നീ എൻ്റെ വെയിറ്റ് താങ്ങുമെന്ന് ചോദിച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി കൈയും തലയും പുറത്തിടും. നമ്മളെ അണ്ണനാണെങ്കിൽ ഫസ്റ്റ് ലുക്കിൽ തന്നെ ക്രഷ് അടിച്ചത്. ഇതെല്ലാം കണ്ടപാടിന് അണ്ണൻ വെറുതെ നിൽക്കുമോ? ഇവളെങ്ങനെയാലും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ സൈക്കോ ആണെങ്കിൽ ആ സൈക്കോ പ്രോമാക്സ് ആണെന്ന് പറഞ്ഞ് അണ്ണൻ നേരെ കറങ്ങി ഇവളെ അടിയിൽ വന്നിട്ട് കിടക്കും. എന്നിട്ട് അണ്ണൻ്റെ പേരങ്ങ് പറയും, ആദിത്യ ലണ്ടി ഇപ്പൊ ചത്തതിനുമാതിരി എന്ന് പറഞ്ഞ് സൈക്കോ ഡോക്ടർ ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇതിന്റെ നേരെ ബാക്കിൽ ഇയാളും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഏതോ ഭാഷയിൽ എന്തെല്ലോ വിളിച്ചു പോകും. അങ്ങനെ നമ്മൾ സൈക്കോ ഓടി ഒരു ബസ്സിൽ കയറും. അതിന്റെ നേരെ ബാക്കിൽ ഇവന് ഓടി വരും. പക്ഷെ ഇവനാ ബസ് കിട്ടൂല. എന്നിട്ട് അതിന്റെ തൊട്ട് ബാക്കിൽ വരുന്ന ഒരു സ്കൂൾ ബസ്സിന് കൈ കാണിച്ച് നിർത്തിയിട്ട് ഇവന്റെ പ്രൈവറ്റ് ടാക്സി ആക്കും. ഇവൻ ബുക്ക് ചെയ്തിട്ട് വന്ന പ്രൈവറ്റ് ടാക്സി പോലെ ആ ഡ്രൈവറിനോട് ഇവൻ പറയും, ചേട്ടാ ഒന്നാ മുന്നത്തെ ബസ്സിനെ ഫോളോ ചെയ്യുമോ? അപ്പോൾ ആ ഡ്രൈവർ പറയും, ആ ഓക്കെ മോനെ, അതിനെന്താ ഫോളോ ചെയ്യാലോ, അതാണെങ്കിലും ഒരു സ്കൂൾ ബസ്സും. അങ്ങനെ ഇയാൾ ബസ് ചവിട്ടി വിട്ട് മറ്റേ ബസ്സിന്റെ ഒപ്പം എത്തിച്ച്. അങ്ങനെ നമ്മൾ അണ്ണൻ ബസ്സിൽ നിന്ന് ഓടിച്ചാടി ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഡോറിന് മുന്നിൽ ഒരു വധൂരി കൊണ്ടിട്ട് വണ്ടി അവിടെ നിർത്തിയിടും. അപ്പാട് നമ്മൾ അണ്ണൻ ആ വധൂരിന്റെ വണ്ടിന്റെ മേലെ ചവിട്ടി ഇറങ്ങാൻ നോക്കും. അപ്പോൾ ആ വധൂരിന്റെ വായിന്ന് നല്ലോണം കിട്ടിയിട്ട് തിരിച്ചു ഉള്ളിൽ കയറും. അന്നേരമാണ് നമ്മൾ അണ്ണന് കിടില ഐഡിയ തോന്നാം, വൈ കാൻ വി കമ്മ്യൂണിക്കേറ്റ് ത്രൂ വിൻഡോ. എന്നിട്ട് ഇവൻ അവിടെയുള്ള വിൻഡോനെ സ്ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യും. എടാ നോക്കടാ, മറ്റേതൊരു സ്കൂൾ ബസ്. ഈ സ്കൂൾ ബസ്സിലുള്ളവർക്ക് പ്രൈവറ്റ് ടാക്സി ഓടിക്കില്ല പരിപാടി. അങ്ങനെ ഇവന്മാരെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കുറെ കോണ എഴുതി കളിക്കും. ആ മുന്നിലുള്ള ചെറിയ കുട്ടിക്കുരുപ്പിനൊന്നും അണ്ണനെ തീരെ പിടിച്ചിട്ടില്ല. എന്താ കാരണമൊന്നും അറിയില്ല. ഇനി നീ ഊതണ്ട, ബാക്കി നമ്മൾ ഊതിക്കോളും എന്ന് പറഞ്ഞ് ബാക്കി പിള്ളേർ ഊതി കൊടുക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ബസ്സിലെ കമ്മ്യൂണിക്കേഷന് ശേഷം ഇവന്മാർ സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് ചിത്രം വരച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരച്ച് ആ വാള് മൊത്തം വൃത്തികേടാക്കിയിട്ടതിന് ശേഷം ആരെയും ഒന്നും നല്ല രീതിക്ക് കിട്ടിയിട്ട് അണ്ണ പെയിന്റിലടിച്ചത് വൃത്തിയാക്കി വെക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളെ കട്ടപ്പ സാറ് പ്രഭാസ് അണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റും പിടിച്ചു വരും. ഞാൻ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട പാൽപ്പായസം എടുത്തിട്ട് വരാം. ബാന്നാ എന്ത് ബാന്ന്? രണ്ടാളാണ് ഒരു പാൽപ്പായസം എടുക്കാൻ വേണ്ടിയിട്ട്. ഇവളൊന്ന് ബിരിയാണി ചെമ്മില്ല, പാൽപ്പായസം വെച്ചിന് ഒരു ചെറിയ ഗ്ലാസ്സിൽ കോരിയും കൊണ്ടു കൊടുത്താൽ പോരെ. കട്ടപ്പ സാർ ഇവനെ കാണാൻ വന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ
സാർ ഒരു ബുക്ക് ഇറക്കുന്നുണ്ട്. ആ ബുക്കിനൊരു മുഖവര എഴുതി തരുമെന്ന് ചോദിച്ചിട്ടാണ് ഇവനെ കാണാൻ വന്നത്. അപ്പോൾ എടുത്ത വായിക്കവേ ഞാൻ എഴുതി തരില്ല എന്ന് പറഞ്ഞ് കട്ടപ്പ സാറിനെ അപമാനിച്ചു വിടും. അങ്ങനെ ആ സീൻ കഴിഞ്ഞ് പ്രഭാസ് അണ്ണൻ ഇന്ത്യയിലെ നല്ല റിച്ചായ ഡാഡി ഗിരിജിന്റെ അടുത്തേക്ക് കൈ നോക്കാൻ വേണ്ടി പോകും. ഡാഡി ഗിരിജക്ക് പൊളിറ്റീഷ്യൻ ആകണമെന്നൊന്നും വലിയ ആഗ്രഹം. അങ്ങനെ ആകോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവനെ വിളിച്ചോണ്ടിരാം. അങ്ങനെ നമ്മൾ അണ്ണൻ കൈ നോക്കിയപാട് നീ ഒരിക്കലും പൊളിറ്റീഷ്യൻ ആകൂലട മണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. ഇവന്റെ ബാക്കിൽ തന്നെ ഡാഡി ഗിരിജിന്റെ മാനേജറും അയാളെ റോമൻ ഗുണ്ടകളും കൂടി ഇവൻ അടിക്കാൻ വേണ്ടി പോകും. അപ്പൊ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് മോനെ. ഈ ഗുണ്ടകളെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അണ്ണൻ എവിടുന്നോ സ്കേറ്റിംഗ് ബോർഡെല്ലാം തട്ടിപ്പറിച്ച് നടു റോട്ടിലൂടെ ഷോ ഇറക്കി പോകും. ആ ഷോ ഇറക്കി പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു ബസ് മേത്തൂടെ കയറിയും കാണും. ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഈ ബസ് ഓടിച്ച് ബസ് ഡ്രൈവർ ഏതാണെന്നറിയോ? ഇവന്റെ നേരത്തെ ബസ് ചേസിങ് അപരാധം കാരണോ പണി പോയ ആ പാവൻ ഡ്രൈവറാണ് ഇയാള്. ഏതായാലും ഇവർ റോഡിൽ നടുക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ചവിട്ടി കയറ്റി കളയെന്ന് വെച്ചാൽ നമ്മളെ ഡ്രൈവറാണ് ചവിട്ടി അങ്ങ് കയറ്റും. അങ്ങനെ ബസ് കയറി ഇറങ്ങിയവ വേറൊരു തെണ്ടിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ഒറ്റക്ക് ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവൻ ആ സൈക്കോ ഡോക്ടറിനെ കാണും. ഇവന് പിന്നെ എവിടെയെല്ലാം എത്തിയാൽ എന്തെങ്കിലും വൃത്തിയേടാക്കിയിരുന്നല്ലോ. അതുകൊണ്ട് ചുമരിനൊരു കൈയടയാളം വെച്ച് കിട്ടിയ ചാൻസ് മുതലാക്കാന്ന് പറഞ്ഞ് സൈക്കോ ഡോക്ടറിന്റെ മേത്തേക്ക് ഒറ്റ വീഴല. അങ്ങനെ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് അണ്ണന്റെ കുറെ വ്യത്യസ്തമായ കോപ്രായങ്ങളുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് അണ്ണനോട് പറയൂ, നീ ആ സൈക്കോന്റെ ബാക്കിൽ പോയിട്ട് കാര്യമില്ല, അവക്ക് പ്രേമവും കല്യാണം ഇഷ്ടമല്ല മോനെ, മനസ്സിലിട്ട് പൊട്ടി. ഇതന്നെ നമ്മൾ അണ്ണന് വേണ്ടത്. അപ്പൊ തന്നെ നമ്മൾ സൈക്കോ കയറി വന്നിട്ട് മരണത്തിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തു കൊടുക്കും. അപ്പൊ നമ്മൾ അണ്ണൻ പറയും അണ്ണന് മരണത്തിന് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ഡെയിലി 2 പ്രാവശ്യം ഡെത്ത് പ്രാക്ടീസ് ചെയ്യുമെന്ന്. എന്നിട്ട് ഇവൻ അവിടുന്ന് മരണം പ്രാക്ടീസ് ചെയ്ത് കാണിക്കും. എന്റെ മോനെ ഒന്നും തോന്നണ്ട, നിങ്ങളിപ്പോ കണ്ടതാണ് ഡെത്ത് പ്രാക്ടീസ്. ഏതായാലും നമ്മൾ അണ്ണൻ ഡെത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ല, അപ്പൊ പിന്നെ ഞാനും ചെയ്താളെന്ന് വിചാരിച്ചിട്ട് നമ്മളെ സൈക്കോ ഡോക്ടറും പിറ്റേ ദിവസം രാവിലെ ഡെത്ത് പ്രാക്ടീസ് തുടങ്ങും. അങ്ങനെ കുറെ ഇവിടെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ഇവിടെ ഹോസ്പിറ്റലിൽ കെട്ടിയെടുക്കും. അങ്ങനെ അവിടെ നിന്ന് കുറെ ഹോസ്പിറ്റൽ കപ്പിളാ വരാതെ. പിന്നെ ട്രെയിൻ, അതിൽ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സാ വരാതോ. പിന്നെ ഒരു പാട്ട്, അതിലും കുറെ ക്രിഞ്ചാ വരാ. പിന്നെ വീണ്ടും ട്രെയിൻ, അതിൽ കൈനോട്ടാ വരാതോ. അങ്ങനെ കൈനോട്ടത്തിന്റെ ഇടയ്ക്ക് ഇവന് മനസ്സിലാവും ആ ട്രെയിൻ ഇപ്പൊ ആക്സിഡന്റ് ആവും. പക്ഷെ ഇവൻ ട്രെയിനിൽ നിന്ന് ഒരു അക്ഷരം മിണ്ടൂല. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ട്രെയിൻ നിർത്താൻ വേണ്ടി ട്രെയിനിന്റെ ബാക്കിൽ ഇവൻ ഓടും. ഇവൻ ഓടി ഓടി ഷോർട്ട് കട്ടെല്ലാം പിടിച്ച് ട്രെയിനിന്റെ മുമ്പിലെത്തിയിട്ട് അവിടെ ഒരു മരം മുറിച്ചിടും. മരം മുറിച്ച് കണ്ടവിടെ ലോക്കോ പൈലറ്റ് എന്ത് ചെയ്യും, അടുത്ത വളവ് അങ്ങ് വളക്കും. ഇപ്പൊ എങ്ങനെ ഇരിക്കണം. പിറ്റേ ദിവസം നമ്മളെ സൈക്കോ TV കാണുന്നതിന്റെ ഇടയ്ക്ക് ആ ട്രെയിൻ ആക്സിഡന്റ് ആയി എന്നുള്ള വാർത്ത കാണും. അപ്പൊ തന്നെ ഇവള് അണ്ണനെ കൂട്ടിയിട്ട് ഇവളുടെ ഡെസ്റ്റിനി അറിയാൻ വേണ്ടിയിട്ട് ഒരു പുഴന്റെ നടുക്കേക്ക് പോകും. സംഭവം ഇവക്കെന്തോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താന്ന് അവക്കോ അവളുടെ ഫാമിലിക്ക് മാത്രമേ അറിയൂ. ഇവന് കൈ നോക്കിയെല്ലാം മനസ്സിലാവല്ലോ. അങ്ങനെ ഇവനും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇവനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. കൈ നോക്കിയിട്ട് അണ്ണൻ പറയും, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഒരു ഡാമേജും ഇല്ലാണ്ട് 100 കൊല്ലം സുഖമായിട്ട് പോകുന്നു പറയും. പറഞ്ഞ് തീർന്നില്ല, അപ്പം തന്നെ മൂക്കുന്ന രക്തം വന്ന് ഇവള് ബോധം കെട്ട് വീഴും. അപ്പൊ തന്നെ അണ്ണൻ ഈ സൈക്കോനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകും. ഇയാൾ ഇതൊരു ഡിസ്ചാർജ് ആയില്ലേ. പിന്നെ നമ്മളെ പ്രഭാസ് അണ്ണ ഹിറ്റ്ലർ ഡോക്ടറിനോട് സൈക്കോക്ക് എങ്ങനെയുണ്ട് ചോദിക്കും. അന്നേരം നമ്മളറിയാം ഇവക്ക് എന്തോ വലിയ ട്യൂമറാണ്, ഇതിന് ചികിത്സ ഒന്നുമില്ല, ഇവള് മാക്സിമം 2-3 മാസം മാത്രമേ ഉണ്ടാവൂ. അപ്പൊ അണ്ണൻ മനസ്സിൽ വിചാരിക്കൂ, അങ്ങനെ വരെ ഒരു വഴിയില്ലല്ലോ, ഇവള് 100 കൊല്ലം ജീവിക്കും ഞാൻ കൈ നോക്കുമ്പോൾ കണ്ടതല്ലേ. അങ്ങനെ അതും വിചാരിച്ച് ഇവൻ നേരെ സൈക്കോന്റെ അടുത്ത് പോയിട്ട് പറയും, മോളെ നീ പേടിക്കണ്ട, ഈ ഡോക്ടർമാരെല്ലാം മണ്ടന്മാരാ, നീ 100 കൊല്ലം ജീവിക്കും. ഇത് കേട്ടപാട് ഹിറ്റ്ലറിന് ദേഷ്യം പിടിച്ച് ഇവനെ അടിച്ച് പുറത്താക്കും. Again, what is he doing here? ഇയാളൊരു പേഷ്യന്റ് അല്ലേ. ഇവിടെ വല്യച്ഛൻ ഹിറ്റ്ലർ ഡോക്ടറിനെയും അയാളുടെ ആ ഹോസ്പിറ്റലിനും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അന്ന് നൈറ്റ് ഇവള് വേറെ പല ഹോസ്പിറ്റലിലും വിളിച്ചു നോക്കും. പക്ഷെ എല്ലാ സ്ഥലത്തു നിന്നും പറയും മാക്സിമം പോയ 2-3 മാസം. ഇതും കണ്ടുകൊണ്ട് നമ്മളെ ഹിറ്റ്ലർ കയറി വരും. ഹിറ്റ്ലറിനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടില്ല. സ്വന്തം കൊച്ചുമോൾക്ക് തന്നെ ഇയാളെയും ഇയാളുടെ ഹോസ്പിറ്റലിനും വിശ്വാസമില്ല. ഇതെല്ലാം കണ്ട് ടെൻഷനായ ഹിറ്റ്ലർ പറയും, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നീ 3 മാസം കൊണ്ട് തട്ടിപ്പോവും. ഈ പ്രഭാസെല്ലാം ഫേക്കാന്ന്, ഓൻ കൈ നോക്കാനൊന്നും അറിയില്ല, കൈ നോട്ടെല്ലാം ഫേക്കാന്നെല്ലാം പറയും. അങ്ങനെ ഈ ഹിറ്റ്ലർ പ്രഭാസ് ഫേക്കാൻ തെളിയിക്കാൻ വേണ്ടി 5 ശവത്തിന്റെ കൈരേഖ എടുത്തിട്ട് അണ്ണൻ്റെ അടുത്തേക്ക് പോകും. നമ്മളെ അണ്ണൻ പിന്നെ ഈ കൈനോട്ടത്തിൽ പ്രോ ആയതുകൊണ്ട് അടിച്ച് പൊളിച്ച് ഹിറ്റ്ലറിന് അണ്ണാക്കി കൊടുക്കും. അങ്ങനെ ഹിറ്റ്ലറിന് അണ്ണനോട് കുറച്ച് വിശ്വാസം വരും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളെ പ്രഭാസ് അണ്ണന്റെ കുൽസിത എഴുതി വെച്ച ഒരു ഡയറി നമ്മളെ സൈക്കോക്ക് കിട്ടും. അങ്ങനെ അത് വായിക്കുമ്പോൾ ഇവക്ക് മനസ്സിലാവും നമ്മളെ പ്രഭാസ് അണ്ണൻ ഒരു ദിവസം കടലിൽ മുങ്ങിച്ചാവും. അതുകൊണ്ട് ഞാൻ ചത്താലും നീ ചാകണ്ടെന്ന് പറഞ്ഞ് സൈക്കോ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ഇവളൊരു കാർ എടുത്ത് കൊക്കയിലേക്ക് തുള്ളി മറിയാൻ വേണ്ടി ഇവൾ ഇങ്ങനെ പോകും. നമ്മൾ ഇവർക്ക് ഇപ്പൊ തീരുന്നു, എവിടെ അപ്പോൾ ഒരു ലോറി വന്ന് ഇടിച്ചങ്ങ് തെറിപ്പിക്കും. അങ്ങനെ ആക്സിഡന്റ് ആയ ഈ സൈക്കോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സർജറി ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മളെ സൈക്കോക്ക് ആക്സിഡന്റ് ആയി എന്നുള്ള അണ്ണൻ അറിയൂ. അണ്ണൻ ഓൾറെഡി നാടെല്ലാം വിട്ടു മുന്നേ. അപ്പോൾ പിന്നെ ഇപ്പൊ എങ്ങനെയാലും തിരിച്ചു പോകണമെന്നായി. തിരിച്ചു പോകാൻ നോക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല, ട്രെയിനില്ല, ബസ്സില്ല, ജീപ്പില്ല, ഫ്ലൈറ്റ് ഇല്ല, ആകെപ്പാടുള്ളത് ഒരു കപ്പൽ. അങ്ങനെ നമ്മളെ അണ്ണൻ ഓടിച്ചാടി അവിടെ നിർത്തിയിട്ട് കണ്ട ഒരു കപ്പലിൽ തുള്ളിയാൻ കയറും. നോക്കുമ്പോൾ ആരാ ക്യാപ്റ്റൻ, ആരാ നമ്മളെ ജയറാമട്ടെ. അങ്ങനെ കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് വലിയ സുനാമി വരും. എങ്ങനെ വരാണ്ടിരിക്കും, വണ്ടിയിലേതാ മുതല്. അപ്പം നോക്കുമ്പോണ്ടാ ഒരു വധൂരി സുനാമിന്റെ മേലെ കൂടെ ബോട്ട് ഓടിച്ച് കളിക്കുന്നത്. ആ ബോട്ടാണെങ്കിൽ പറന്ന് വന്ന് ഇവരെ ഷിപ്പിന്റെ മണ്ടക്ക് ഇടിച്ചങ്ങ് കയറും. അങ്ങനെ നമ്മളെ ക്യാപ്റ്റൻ ജയറാം ഷിപ്പിൽ നിന്ന് എല്ലാവരോടും അബാൻഡൻ ചെയ്യാൻ പറയും. അങ്ങനെ ഷിപ്പിൽ ഇവൻ മാത്രം ബാക്കിയാവും, ബാക്കി എല്ലാവരും രക്ഷപ്പെടും.
അങ്ങനെ ഷിപ്പിന്റെ ഉള്ളിലെ കുറെ അപരാധത്തിന് ശേഷം കുരങ്ങനെ പോലെ ചാടി ചാടി ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിന്റെ മണ്ടക്കെത്തുവേ. എന്നിട്ട് അവിടെ നിർത്തി കടലിൽ ചാടും. എന്നാ പിന്നെ ഇവനെ നേരത്തെ എടുത്ത് കടലിൽ തുള്ളിയ പോരെ. അങ്ങനെ ചെയ്താൽ പറ്റില്ല. 350 കോടിക്കുള്ള അപരാധി ഇതിൽ പടച്ചു വെക്കണ്ടേ. എന്നിട്ട് ആ ചാടി ചാട്ടത്തില് തല കൊണ്ടോ ഏതോ കണ്ടെയ്നറിൽ അടിച്ചിട്ട് ഇവന്റെ ബോധം പോകും. അപ്പൊ ഇവന്റെ ബായിൽ ഒരു കുമ്മള പോകും. ആ കുമ്മള പോയി സൈക്കോന്റെ ഗ്ലൂക്കോസിലെ ഡബ്ബയിൽ കയറും. അങ്ങനെ ഇവക്ക് ബോധം വരും. അപ്പോൾ ബോധം വന്ന പാടി ഇവള് കരയാൻ തുടങ്ങും. ആ കണ്ണീര് വന്ന് അണ്ണന്റെ അടുത്തുള്ള ഒരു ജെല്ലി ഫിഷായി മാറും. ആ ജെല്ലി ഫിഷ് അടുത്തൂടെ പോയ പ്രസൻസിൽ നമ്മൾ അണ്ണനും ബോധം വരും. അപ്പൊ തന്നെ അണ്ണൻ നീതി മേലെ കയറും. നോക്കുമ്പോ താരാ വീണ്ടും സുനാമി. കഥ കഴിഞ്ഞ് ഇവൻ പടായെന്ന് വിചാരിക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ ഇവൻ ഹോസ്പിറ്റലിലുണ്ടാവും. എൻ്റെ മോനെ അവസാനം ഇവർ ഒന്നിച്ച് അത് മതി. ദിസ് ഈസ് വാട്ട് ദേ മേഡ് വിത്ത് 350 crores.